നമസ്കാരം. തിരുപ്പറംകുന്றம் പ്രശ്നം ദേശീയ തലത്തിൽ ചർച്ചയാകുന്നു. വിഷയത്തിൽ പ്രതികരിച്ച് RSS സർസംഘചാലക് മോഹൻജി ഭാഗവത്. തിരുപ്പറംകുന്றம் പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാനത്തിനുള്ളിലെ ഹിന്ദുക്കൾ തന്നെ ധാരാളം ആത്മവിശ്വാസത്തോടെ അവർ പ്രതികരിക്കുന്നുണ്ട്. ശക്തിയും ഉണർവോടും കൂടി മാത്രമേ ഈ വിഷയത്തിനെ നേരിടാൻ കഴിയൂ. അത് തമിഴ്നാട്ടിലെ ഹിന്ദുക്കൾക്ക് ഉണ്ടെന്ന് അവർ തെളിയിച്ചതാണ്. നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ് ഈ വിഷയം. പക്ഷേ പ്രശ്നം രൂക്ഷമായാൽ RSS ഇടപെടും. തമിഴ്നാട്ടിലെ ഹിന്ദു സംഘടനകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരികയാണ്. അവർ സഹായം ആവശ്യപ്പെടുന്ന പക്ഷം തീർച്ചയായിട്ടും ഇടപെടും എന്ന് RSS സർസംഘചാലക് ഉറപ്പുകൊടുത്തു. നിലവിൽ തമിഴ്നാട്ടിലെ ഹിന്ദു സംഘടനകൾ വളരെ ഭംഗിയായിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഹിന്ദു മുന്നണി തമിഴ്നാട്ടിൽ നിരവധിയായിട്ടുള്ള പ്രതിഷേധ യോഗങ്ങൾ DMK-ക്കെതിരെ നടത്തുകയുണ്ടായി. ഈ വിഷയത്തിൽ DMK-ക്കെതിരെ ഒരു സമരം ഹിന്ദു മുന്നണി നടത്തുകയും അത് വളരെ നല്ല രീതിയിൽ ആ സമരം വിജയിക്കുകയും ചെയ്തു. DMK സർക്കാരിൻ്റെ കണ്ണിലെ കരടാണ് ഇപ്പോൾ ഹിന്ദു മുന്നണി. നേരത്തെയും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ഈ വിഷയത്തെ സംബന്ധിച്ച് DMK സർക്കാരിനെ ഊരാൻ പറ്റാത്ത രീതിയിൽ കുരുക്കിയിട്ടിരിക്കുകയാണ് അവിടുത്തെ ഹിന്ദു മുന്നണി. SDP-യുടെ പിന്തുണ ഇല്ലാതെ DMK-ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. SDP-യുടെ ചുമലിലേറിയാണ് DMK വിജയിച്ചത്. മുന്നേ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായിരുന്ന സമയത്ത് പോപ്പുലർ ഫ്രണ്ടും ഈ രീതിയിൽ പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. കാരണം അത്രമേൽ SDP-യോട് അടുത്ത് ഇടപഴകുന്ന ഒരു സംഘടനയാണ് DMK, പാർട്ടിയാണ് DMK. ആ ഒരു രീതിയിലാണ് അവർ ഭരണത്തിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ SDP-യെയോ തമിഴ്നാട്ടിലെ മുസ്ലിം ഭീകര സംഘടനകളെയോ പിണക്കുവാൻ വേണ്ടിയിട്ട് DMK സർക്കാരിന് സാധ്യമല്ല. ഇവരെ എല്ലാ കാലത്തും പൊതിഞ്ഞു പിടിക്കാറാണ് പതിവ്. ഇപ്പോൾ ഈ വിഷയത്തിലും SDP-യുടെ ഒരു വലിയ ഇടപെടൽ നമുക്ക് കാണാൻ പറ്റും. ദീപത്തൂൺ വിഷയത്തിൽ കുന്നിൻ മുകളിലെ ദീപത്തൂണിൽ ദീപം തെളിയിക്കുന്നതിന് തടസ്സമായി നിന്നത് SDP-ആണ്. SDP-യുടെ നേതൃത്വത്തിൽ, അവിടെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ മാംസാഹാര വിതരണം വരെ ഈ മലയിൽ ചേർത്ത് നടത്തിയിട്ടുണ്ട്. മുരുകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 6 വാസസ്ഥാനങ്ങളിൽ ഒന്നാണ് തിരുപ്പറംകുന്றம். എന്നിട്ട് പോലും ആ പരിഗണന ലഭിച്ചില്ല. അതിന് ഒത്താശ ചെയ്തതോ അവിടുത്തെ DMK സർക്കാരും. ഇപ്പോൾ DMK സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട തീരെ ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ഈ കേസിൻ്റെ വിധി പറഞ്ഞ ജഡ്ജി R സ്വാമിനാഥനെ ഇംപീച്ച് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ പുറത്താക്കും എന്ന് പലതവണ DMK ആവർത്തിച്ച് പറയുകയും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് DMK-യുടെ MP-മാർ നോട്ടീസ് അയക്കുകയും ചെയ്തു. ഇത് വളരെ രൂക്ഷമായ പ്രത്യാഘാതങ്ങൾ DMK-ക്ക് വരും നാളുകളിൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന അങ്കലാപ്പിലാണ് DMK. കാരണം അവിടുത്തെ ഹിന്ദുക്കൾ DMK-ക്ക് എതിരായിട്ടുണ്ട് എന്ന് അവർക്ക് ബോധ്യമായി. കാരണം ഹിന്ദുക്കളെ വഴിതിരിച്ചു വിട്ട് ഇനി വരാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഹിന്ദു മുന്നണി ശ്രമിക്കുന്നതെന്ന് DMK പലതവണ പലകുറി ആവർത്തിച്ച് പറയുകയുണ്ടായി. പക്ഷേ ഇതൊന്നുമല്ല വിഷയമെന്ന് DMK-ക്ക് വ്യക്തമായിട്ട് അറിയാം. അവിടുത്തെ ഹിന്ദുക്കൾ കൂടുതൽ പ്രശ്നക്കാരാണ്, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, കേന്ദ്ര സേന ഇടപെട്ടു, അങ്ങനെ നിരവധി പരാതിയാണ് ഹിന്ദുക്കൾക്കും ഹിന്ദു സംഘടനകൾക്കും കോടതി വിധിക്കും നേരെ DMK ഉയർത്തിവിടുന്നത്. ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമൊക്കെ സൃഷ്ടിക്കും. പക്ഷേ DMK എത്ര തന്നെ എതിർത്തിട്ടും കോടതി ഉത്തരവുകളെല്ലാം അവർക്ക് എതിരായിട്ടാണ് മാറിയത്. അവസാനം വരെയും DMK ഇതിനെ എതിർക്കുവാനായിട്ടുള്ളൊരു ശ്രമം നടത്തി. അവിടേക്ക് കടന്നു വന്ന ഹർജിക്കാരനെ തടയാനും അതിനായിട്ടുള്ള അവസരം ഹർജിക്കാരന് കൊടുക്കാതിരിക്കുകയും പോലീസിൻ്റെ ഒരു പിന്തുണ പോലീസ് സുരക്ഷ കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തെ പരമാവധി അകറ്റി നിർത്താൻ ശ്രമിച്ചു. പക്ഷേ അവസാനവട്ടവും കോടതിയുടെ ഉത്തരവുമായി എത്തി. അദ്ദേഹത്തിന് തന്നെ അവിടെ ക്ഷേത്രത്തിലെ കുന്നിൻ മുകളിലെ ദീപത്തൂണിൽ ദീപം തെളിയിക്കാം എന്ന ഉത്തരവ് കൊടുത്തപ്പോൾ DMK-യുടെ എല്ലാ വഴികളും അടഞ്ഞു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അവർ ഇതിന് വശംവദരാകുകയാണ് ചെയ്തത്. പക്ഷേ എന്നിട്ടും അവരുടെ ആ ദേഷ്യം അവസാനിക്കുന്നില്ല. വീണ്ടും പലതരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് ഇപ്പോഴും സജീവമാണ്. എന്തുതന്നെയായാലും ഏത് സർക്കാർ ഇതിനെ എതിർത്ത് നിന്നാലും ആ വിഷയം തീർച്ചയായിട്ടും അവിടുത്തെ ഹിന്ദു സംഘടനകൾ പരിഹരിക്കും എന്ന് ഉറപ്പാണ്. ഇനി അവരെ കൊണ്ട് പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിൽ RSS ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ ഇടപെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും
തിരുപ്പുറംകുണ്ട്രം വിഷയം പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. കാരണം രാജ്യത്തെ ഹിന്ദുക്കളുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഭീകരവാദ സംഘടനകളുടെ മുന്നിൽ മുട്ടുമുടക്കേണ്ടതല്ല ഈ നാട്ടിലെ ഹിന്ദു സംസ്കാരം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.